നമ്മളിന്ന് ഒരു നീണ്ട യാത്രയുടെ ആരംഭമാണ്. ഇന്ന് വാഗമൺ, പിന്നെ തേക്കടി. നാളെ തേക്കടിയിൽ നിന്നും കാഴ്ചകൾ കണ്ട് മൂന്നാറിലെത്തുന്നു. നാളെ മൂന്നാർ സ്റ്റേ ചെയ്യുന്നു. മറ്റന്നാൾ മൂന്നാറിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ രാജമല വഴി മറയൂർ, പിന്നെ കാന്തല്ലൂർ, അങ്ങനെ അവിടെ നിന്ന് തിരികെ ഉടമൽപേട്ട വഴി മടങ്ങുന്നു. സമയം എത്രയായി? ഇപ്പം സമയം 4:40. 4:40. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൺ ദി വേ കാണാം. ഞങ്ങൾ രാവിലെ തന്നെ ഒരു 6:30-7 മണി അതിൻ്റെ ഒരു ഇടയ്ക്കാണ്, സമയം കൃത്യമായി ഓർമ്മയില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാനും അച്ഛനും പുഷ്പം കട്ടൻ കാപ്പി കുടിച്ചു. പുഷ്പമ്മ മീൻസ് എൻ്റെ വല്യമ്മ. ഞങ്ങളത് കുടിച്ച് ഇറങ്ങി. നല്ല രസമില്ലേ പൂവ് കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ രാവിലെ നമ്മൾക്ക് എന്തോ പോലെ തോന്നാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കട്ടൻ കാപ്പി കുടിച്ചു. ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു പഞ്ചസാര കിട്ടുന്നുണ്ടായിരുന്നു, അത്ര മധുരം ഉണ്ടായിരുന്നില്ല. പിന്നെ കുമ്പളപ്പം കഴിച്ചു. ഇനി വാഗമൺ. ഇതിപ്പോൾ നമ്മളുള്ളത് ഇവിടെ തൊടുപുഴയിലാണുള്ളത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ മറ്റേ ദൃശ്യം സിനിമയിലെ അതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. പോയിട്ടില്ല. ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ 16 കിലോമീറ്റർ ഉള്ളൂ. സോ അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ വാഗമണിലേക്ക് പോകുന്നത്. അപ്പോൾ തിക് ഫോറസ്റ്റ്, ഒരു പനങ്കള്ളും കിട്ടുന്ന സ്ഥലം. അതെ അതെ. മലയണ്ണാൻ ഒരു പൊത്തിനുള്ളിൽ ഇനി 5.6 കിലോമീറ്റർ. അതിന് താഴെ എവിടെയെങ്കിലും കുളിച്ചുകൂടായിരുന്നു, അത്ര വലിയ ഡാം ഉണ്ടായിട്ടല്ലേ. ദൈവത്തിനൊക്കെ കുളിക്കാൻ കിട്ടിയ സ്ഥലം. ക്യാമറ എടുത്തു കൊടുത്തു. മലയുടെ മേലെ കുരിശ് കാണുന്നുണ്ടോ? അതിന്റെ മേലെ വേറെ സ്ഥലമില്ല. എന്റെ മാക്സിമം സൂം ചെയ്തു. ഇത്ര ഉള്ളൂ. ഇനി കാണില്ല. അവിടെ ഒരു കട. റബ്ബറെ കയ്യിൽ ഏലം വെക്കണം. ഈ വെള്ള സൗകര്യം കാഞ്ഞൂർ അറിയാമായിരിക്കോ? ഇത് ഫസ്റ്റ് ഗിയറിൽ പോകാണ്. സൂക്ഷിച്ച് പിടിച്ചിരിക്കും കേട്ടോ. എന്തോ വരാൻ റെഡിയാണോ? നമ്മളിതാ ഈ ജീപ്പിൽ പോവാൻ, ഈ ജീപ്പിലാണ്. ഈ ജീപ്പിൽ
മേലേക്ക് പോവാൻ പ്ലാൻ ഉള്ളതുണ്ട്. കാരണം 2 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ 2 കിലോമീറ്റർ നടക്കാം എന്നായിരുന്നു അത്. പക്ഷേ ചേട്ടൻ സഹായിച്ചപ്പോൾ പോവാം, ജീപ്പിന് നമ്മളതിൽ പോവും. അതാ കാറുടെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇതെടുത്തല്ല ജീപ്പിന് 1000. ചേട്ടൻ കേട്ടണ ജീപ്പിന് ആള് മാറിയാ വീട്ടിലെ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് അനീഷ്. എത്ര കാലം നിങ്ങൾ ഇവിടെ എത്തിയിട്ട്? ഞങ്ങള് ശരിക്കും ജനിച്ചു വളർന്ന സ്ഥലമാണ്, നമ്മുടെ വീടാണ്. ഇത് തറവാട് വീട്ടിരിക്കുന്നത്. എവിടെന്നാണ് കിട്ടിയത്? ഞങ്ങള് ശരിക്കും ഇടുക്കി ഇടുക്കി മാഴവര 8 മൈൽ ഇടുക്കി. സാർ അറിയോ? സ്ഥലം അറിയാം. നീ പറഞ്ഞ സ്ഥലം അറിയാം. ഏത് ബ്ലോക്കിൽ വരും അത്? പഞ്ചായത്തിന്റെ പേര് പറഞ്ഞാൽ മതി. എന്തോ പഞ്ചായത്തിന്റെ പേര് പറഞ്ഞാൽ മതി. കാമാക്ഷി പഞ്ചായത്ത്. ഞങ്ങളുടെ തറവാട് വീട്. ഇവിടെ കേരകൃഷികളുണ്ടോ? കേരകൃഷി പണ്ടുണ്ടായിരുന്നു സാറേ. ഇപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാവരും റബ്ബറിലേക്ക് തിരിഞ്ഞു. ആണോ? അല്ല, ഏലത്തിന് നല്ല വിലയുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ശരിക്കും ഏലത്തോട്ടത്തിന്റെ പരിപാടിയാണ്. ഞങ്ങൾ ഈ കൊറോണ വന്നതിന് പ്രസ്ഥാനമല്ല, ഞങ്ങൾ ശരിക്കും എനിക്ക് റിസോർട്ടിന്റെ പരിപാടിയാണ്. കയറി ചെല്ലുന്നത് ഞാൻ കൊണ്ട് കാണിക്കാം പോകുമ്പോ. അപ്പൊ ഈ കൊറോണ വന്നപ്പം കടം എല്ലാം മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ ചെറിയ ഏലത്തിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പൊ പരുത്തുംപാറ ഏലത്തോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുക. അങ്ങോട്ട് പോകേണ്ടതല്ലേ? വാഗമണ്ണിന്ന് ഇനി എങ്ങോട്ടാ സാർ ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞ് തേക്കടിക്ക് പോകണം. തേക്കടിക്കാം. അതെ, തേക്കടിക്ക് പോകാനാണ് ആ റൂട്ടിലൊക്കെ പോയത്. പ്ലാൻ 2:30-ക്കുള്ളിൽ തേക്കടി എത്താന്നുള്ളതാണ്. അതിനിപ്പോ എന്നാ നമുക്ക് പോകാതെ വാഗമണ്ണിന്ന് അപ്പുറത്ത് എത്താൻ കഴിയുമല്ലോ. നമ്മുടെ ആ വണ്ടി കൊണ്ട് എത്തി. ഞാൻ പറഞ്ഞത് രാംജി എങ്ങോട്ടാ? ഇവിടെ പിടി, അവിടെ ഇറക്കിവിടാം. എന്നാ മറുകൂടത്തിൽ പണിയുണ്ടോ? മറുകൂടത്തില് പിന്നെ പുഞ്ചിന് എന്നാ പരിപാടി? അങ്ങോട്ട് പോകണം. ഞാനോർത്ത് ഇനി അവന്മാര് പണിയുമ്പോ അമ്മാരോടത്തിൽ മറ്റേ ജ്യോതിഷൊക്കെ കയറി പോയായിരുന്നല്ലോ. ജ്യോതിഷൊക്കെ പോയായിരുന്നല്ലോ. ആ കൂട്ടത്തിലാന്ന് ഓർക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നിങ്ങളുടെ അവിടുത്തെ ഒരു ഗട്ടർ കവർ ചെയ്താൽ കാർ ഇവിടെ വരെ എത്തും. ഇവിടുന്ന് ഈ വണ്ടി എല്ലാം ട്രക്കിങ്. അതിന്റെ ഒരു സെക്ഷൻ അങ്ങോട്ടാണ് സാറേ പോകേണ്ടത്. നമ്മൾ അങ്ങോട്ട് ഇനി കയറി പോകും. ആ കാണുന്ന ടോപ്പിലേക്ക് പോകും. ഇതിപ്പോ ഇതിന്റെ എന്തായാലും ഒരു മുനിയറ കേവുണ്ട്, ചെറയുണ്ട്, വയർലെസ് സ്റ്റേഷൻ ആ കാണുന്നത്. നമുക്ക് ഇത് തിരിച്ചു വരുമ്പോ അതിന്റെ മണ്ടയിലേക്ക് പോകാം. ഇത് ശരിക്കും നമ്മള് സീ ലെവലിൽ നിന്ന് 3200 ഹൈറ്റിലായിരുന്നു നമ്മൾ. ഈ 3200 ഹൈറ്റിലായതുകൊണ്ടാണ് നമുക്ക് ഈ പ്രദേശങ്ങൾ മുഴുവൻ ചെറയിലേക്ക് പോകും. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ സാറിന്റെ കാർ ഇറങ്ങി പോകും പോലും പോകില്ല. അതാണ് ഈ സ്ഥലത്തിന്റെ പേര് എന്നതാണ് ശരിക്കും? എന്തോ ഈ സ്ഥലത്തിന്റെ പേര് എന്നതാണ് ശരിക്കും? ഈ സ്ഥലത്തിന്റെ പേര് ഇലവിഴാപ്പൂഞ്ചിറ. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഏരിയകൾക്കെല്ലാം ജീപ്പ് തന്നെയാണ്. അതെ, അട്ടപ്പാടി ഇഷ്ടം പോലെ 4 വീൽ ഡ്രൈവ് ജീപ്പുകളും അല്ലാത്തൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ഒരു ജീപ്പ് ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ബാക്ക് എടുത്തിട്ട് ഇതിപ്പോ ഇവിടെ വന്ന് ഇമാരെ വണ്ടിക്കാരാ കൂടുതലും പോകുന്നത്. ഓ അതാണ് ഒന്നുകൂടി ഇതെങ്ങോട്ടാണ് ഈ റൂട്ട് പോകുന്നത്? അതിലെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് സാറൊക്കെ ഇപ്പൊ നിലവിൽ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഇപ്പൊ വരുന്നത് മൂവാറ്റുപുഴ വഴി. അത് ചെറിയ മണ്ടത്തരം പറ്റി. എന്താന്ന് വെച്ചാൽ ഈ വഴി ഇതായിട്ടില്ല. എന്താന്ന് വെച്ചാൽ ആ മുട്ടമില്ലേ, മുട്ടം. അതെ, മുട്ടത്തുനിന്ന് നേരെ ഇങ്ങനെ കയറി വന്നാൽ ഈ വഴി ഇങ്ങനെ നമുക്ക് ഇവിടം വരെ ഫ്രീ ആയിട്ട് കയറി, നല്ല വഴിയല്ലേ. വണ്ടി ഇവിടം വരെ അനായാസം കയറി വരും. നെല്ലിയാമ്പതി പോകുന്ന പോലെ, നമ്മുടെ കൊടുക്കുമല കയറുന്ന പോലെ പൊങ്ങിയിരിക്കുമ്പോ അതെന്താ മനസ്സിൽ പിടിക്കാതിരുന്നാ മതി. ഇത് ശരിക്കും ഇത്
ഇപ്പൊ അപ്പുറത്തോട്ട് കിടക്കുന്നത് നമ്മുടെ ക്ഷേത്രമക സ്ഥലമാണ്. അതായത് പണ്ട് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവര് താമസിച്ചിരുന്നതായിട്ടാണ് ഐതിഹ്യം പറയുന്നത്. അവര് ഇലവിന്റെ പൂ കൊണ്ട് ചിറ നിർമ്മിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. ഇലവെന്ന് പറയുന്നൊരു അതിന്റെ ഇത് വെച്ചിട്ട് ഈ ചിറ നിർമ്മിക്കപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പാഞ്ചാലി സ്ഥലമായിരുന്നെന്നും ദേവന്മാര് നോക്കി നിന്നും അവരാരും നോക്കാതിരിക്കാൻ വേണ്ടി മരങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞു ഒക്കെ ഒരു കഥ വേറെയും ഉണ്ടല്ലോ. അങ്ങനെയാണ് ഇലവിന്റെ പൂ കൊണ്ട് ചിറ നിർമ്മിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. ഇതാണില്ലേ ഒരു മിനിറ്റ് നമുക്ക് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് പൊട്ടപ്പെടാന്ന് നോക്കും. അപ്പം സമയങ്ങള് നീക്കം പോവല്ല. ഞാൻ അവിടുന്ന് ഒരു വലിയ പൈപ്പ് ഇട്ടേക്കോ രണ്ടിച്ചിട്ട്. അതിങ്ങനെ ഗ്രാവിറ്റിയില്ല വെള്ളം. ഇതിന് നേരെ താഴ്വാരം മേലുകാവെന്ന് പറയും. അങ്ങോട്ട് കുടിവെള്ളമായിട്ട് യൂസ് ചെയ്യുക വെള്ളം മുഴുവൻ കംപ്ലീറ്റ്. കോട്ടയം ജില്ലയല്ലേ ഇത് തുടങ്ങിയില്ലേ സാറേ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്? നമ്മളിപ്പോ വണ്ടി കിട്ടില്ലേ, അത് ഇടുക്കിയില്ല. അത് ശരി. തൊടുപുഴ. നമുക്കൊരു ഫോട്ടോ എടുക്കാം ഇവിടുന്ന്. ഏതായാലും അനീഷിന്റെ വീട്ടിന് മുമ്പിൽ വെച്ച് തന്നെ വണ്ടി കയറില്ല എന്ന് ഉറപ്പായത് നന്നായി. ഇത് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സാറേ, നമ്മൾ ഈ ടോപ്പിൽ കയറിയിട്ട് അല്ല ടെലിക്കാമേ ഫോട്ടോ എടുക്കുകയാണ്. ഒരു ആപ്പിളിന്റെ ഷേപ്പിലാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. 13 മീറ്റർ താഴ്ചയാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ഇതാണ് ശരിക്കും ഒറിജിനൽ ലീഴാപ്പൂഞ്ചിറ എന്ന് പറയുന്ന പ്ലേസ് ഇതാണ്. ശരി. ഇത് 13 മീറ്റർ താഴ്ചയുണ്ട്. ഇത് മുഴുവൻ കല്ലുകൊണ്ട് കെട്ടി ക്ലിയർ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊരു ചെറിയ ഇത് കണ്ട നെൽകൃഷിയായിരുന്നു. അത് ഇപ്പം മാറിയിട്ട് പിന്നെ അവരെന്താ പറയാ, മറ്റേ ഒരു ചെറിയൊരു കുളം ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പം മാറ്റി സർക്കാരിൽ നിന്ന് ഇത് പണിതിട്ടേക്കുന്നതാണ്. മീനുണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ ഇത് ഈ പണിത് വെച്ചേക്കുന്ന ഇതിന്റെ അകത്തൂടെയല്ല ഈ വെള്ളം വന്ന് ഇങ്ങനെ ചാടുന്ന ഒരു ഇത് മുഴുവൻ ടൈലൊക്കെ താഴെ ഇട്ടേക്കുന്നതാണ്. എന്നാൽ അത് ചെയ്തു വെച്ചപ്പോ അതിൻ്റെതായ രീതിയിൽ വെള്ളം ചാടാതെ ഇപ്പൊ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു ഇച്ചിരി കൂടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് ഇവിടെ അട്ടാണ്ട് ശല്യമുണ്ട്. ഏത് വേനൊക്കെ ഇവിടെ വെള്ളം ഇതുപോലെ വെള്ളം ഇങ്ങനെ കിടക്കുവാണ്. പിന്നെ മോട്ടർ വെച്ചല്ല ഈ വെള്ളം താഴേക്ക് കൊണ്ടുപോകുന്നത്. ഗ്രാവിറ്റിയിൽ വെള്ളം ഇത് എങ്ങനെ പോവാം. ഇതാണ് ഇലവീഴ പൂഞ്ചിറ. പണ്ട് പാഞ്ചാലിയൊക്കെ വന്നിട്ട് കുളിച്ച് പോയ എന്താണ് എന്നൊക്കെ പറഞ്ഞൊരു വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ എടുത്തു തരാം. ഇതെല്ലാം നല്ല പക്ക വ്യൂ ആട്ടോ സാറേ. ഞാൻ പുള്ളിക്കാനം പോയിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ റൂട്ടാ സാറേ കയറി പോകുന്നത്. ചെല്ലുമ്പോ പൂവപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റ് താറ്. ഇപ്പോഴത്തെ മഹേന്ദ്രയുടെ താറല്ലേ. ശരി. ഇതിന് ശേഷം ഇറങ്ങിയേക്കുന്ന വണ്ടിയാ മറ്റേ കവറിങ് വണ്ടിയും നല്ല വണ്ടി CRD. CRD വണ്ടി നമുക്ക് ഇവിടെ പറ്റത്തില്ല സാറേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പ്ലേറ്റാ. ആദ്യം ഇറങ്ങിയതാറല്ലേ. ഇതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എല്ലാ യൂസിനും, അതായത് കമാൻഡർ ജീപ്പ് ഉണ്ട് 3 വണ്ടികളുണ്ട്. ആ വണ്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയ വണ്ടി ലാസ്റ്റ് കമാൻഡർ ജീപ്പ് മറ്റേ ഇതും വന്നായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരുന്ന വണ്ടി ഇതാട്ടോ നമ്മുടെ കൃഷ്ണന്റെ അമ്പലം, ദേവിയുടെയും കൂടെ. കൃഷ്ണൻ ദേവിയാണ് ഇവിടെ. ഇവിടെ പൊതുവെ ഹിന്ദുസ് ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ വഴിയും കാര്യങ്ങളും വന്നുകൊണ്ട് ഇനിയിപ്പോ ഓട്ടോമാറ്റിക് ഡെവലപ്പ് ആവും. ഇതൊരു ചെറുകിടാവ് കെട്ടിയിട്ടേക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന മുനിയറ ഗുഹ. റോഡ് താഴെയുള്ള ഒരു കേവ്. അതായത് ഈ കുന്ന് സാറേ, ഈ ഒരു കുന്ന് കണ്ടോ? അതെ. ഇതിന്റെ മണ്ടേക്കൂടെ തന്നെ ട്രക്കിംഗ് ആയിട്ട് തന്നെ ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട്. നമ്മൾ റിസോർട്ടിൽ നിന്ന് ലാസ്റ്റ് പോയിന്റ് അങ്ങേറ്റം കണ്ടോ? അതെ. അവിടെ ചെല്ലും നമ്മൾ. സിംഗിൾ മല കാണുന്നതിന്റെ എൻഡയിലേക്ക്, അതായത് ഈ കുന്നിന്റെ എൻഡയിലേക്ക്. അവിടെ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഇവിടുന്ന് ഈ കലിങ്ങിന്റെ അത്ര ദൂരം ഭൂമിയുടെ ഉള്ളിലേക്ക് കയറാം. അതിനകത്തൊരു ചെറിയ വെള്ളച്ചാട്ടവും എല്ലാം കൂടെയാണ്. പിന്നെ അതിന്റെ എന്നെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മലങ്കര ഡാമിന്റെ ആ വ്യൂ നമുക്ക് അടുത്ത് കാണാം. അത് ശരിക്കും നല്ല ക്ലൈമറ്റ് ആണെങ്കിലും അങ്ങ് നെടുമ്പാശ്ശേരി എയർപോർട്ട്, മറൈൻ ഡ്രൈവ്, ആലപ്പുഴ എല്ലാം വായിച്ചിട്ടുണ്ട്. പണ്ടത്തെ വഴി ഇതിന്റെ ഈ കട്ടിങ്ങിന്റെ ഒക്കെ പൊക്കത്തിൽ കൂടി ആയിരുന്നു വഴി കിടന്നത്. ഇതിപ്പം ശരിക്കും ഈ വഴിയുടെ ഉദ്ഘാടനമോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് നമ്മള് ഇലവീഴ പൂഞ്ചിറ ലൊക്കേഷൻ വെച്ചിരുന്നെങ്കിൽ ഈ വഴിക്ക് നമ്മൾ വരുമായിരുന്നു. ലൊക്കേഷൻ വെച്ചായിരുന്നതിന് കൂടുതൽ ആ റൂട്ടാ കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇതൊരു നിലവിൽ ഗവൺമെന്റ് അംഗീകരിച്ച് വിട്ടിട്ടുണ്ട്. ഏതാ വഴിയും കാര്യങ്ങളും ഒക്കെ പണിതു, പക്ഷെ ഉദ്ഘാടനോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഹലോ, ഗുഡ് മോർണിംഗ്.
അത് ഏലമല്ല, നമ്മുടെ ഞാൻ ഇടുക്കി പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, തേക്കടി പോകുന്ന കാര്യം. ഇതിപ്പോ ഇലവീഴ പുഞ്ചിറയിലെത്തി. ഇവിടുത്തെ ഒരു അനീഷ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ ഒരു ജീപ്പിൽ ഒരു കാറിൽ കയറി അതിങ്ങനെ വലിയ വലിയ പാറകളുടെ മേലെ കൂടിയൊക്കെ വണ്ടി ചാടി ഇറങ്ങി. നമ്മുടെ നാട് പോലെ പഴയ വെട്ടിക്കൽ റോഡ് പോലെ ഇപ്പൊ നല്ല റോഡിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പൈപ്പ് കിടക്കുന്നുണ്ടോ? ഇതെല്ലാം കംപ്ലീറ്റ്. ഇത് മറ്റേ ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ ഈ പൈപ്പ്. ഈ കിടക്കുന്ന പൈപ്പ് മുഴുവൻ താഴ്വാരത്തൊന്നും ടൗൺ ഏരിയയിലേക്ക് വെള്ളമില്ല. കംപ്ലീറ്റ് ഇവിടുത്തെ വെള്ളം. ഇതിലെയാണോ മണ്ടയ്ക്ക് പോകുന്നത്? ഇവിടെ ഇപ്പൊ പാലം പണിയും ഇവിടെ ഇപ്പൊ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഏർപ്പാട് എല്ലാം വരുവാ. പിന്നെ നാടൻ ഏലം ചെടി അതേ നിൽക്കുന്നത് കേട്ടോ സാറേ. ഇതിന്റെ അകത്ത് നിൽക്കുന്നുണ്ടോ? നാടൻ ഏലോ. അതായത് നമ്മളൊക്കെ നട്ടു വളർത്തുന്ന പറഞ്ഞാൽ 20 പൊക്കം മരുന്നടിച്ച് വളർത്തുന്ന മുതലാ. ഇതല്ല, ഇത് ഒറിജിനൽ നാടൻ ഏലോ. മൈസൂർ വടുക്ക എന്ന് പറയും. നല്ല മഴ. നിങ്ങൾ ഇനി എല്ലാം ഫ്രഷ് ആയിട്ട് ഇവിടെ നേരെ സ്റ്റോപ്പിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു ജീപ്പും കൊണ്ട്? അല്ലല്ല, ഞാനവിടെ പണിയും കാര്യങ്ങളുമായിട്ട് അവിടെ ഇപ്പം കയറി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന പയ്യന് അവന്റെ അനിയന് KCB ജോലി, അവൻ അങ്ങോട്ട് പോയി. ഇനി ഇത് ഓടിച്ചോണ്ട് നടക്കാൻ ആ ഓടിക്കുന്ന പയ്യൻ വേറെ വണ്ടി നമ്മളിത് മോളിൽ കിടപ്പുണ്ട് സ്റ്റോപ്പില്. ഞാൻ ഓടിച്ചോണ്ട് പോകും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നപ്പോ കയറി പോകുമ്പോ തോന്നും. കോട്ടയത്തൊരു ചിങ്ങമാനം ഉണ്ടല്ലോ, അത് തന്നെ അച്ഛനാണോ? നല്ല ക്ലൈമറ്റ് ആണ് സാറേ. ഇങ്ങനെ കാണിച്ചു തരാന്ന് ശരി, ഞാൻ മോളിൽ കയറുന്നു കാണിച്ചു തരാം. ക്ലിയർ ആയിട്ട് കിട്ടിയാലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം കണ്ടോ, ഇതിന്റെ പൊക്കത്തിൽ നിന്ന് ഇപ്പോഴും വെള്ളമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേനക്കും ഇപ്പൊ മഴ പെയ്തു, ഇതിന്റെ പൊക്കത്തുള്ള വെള്ളമുണ്ട് ഇഷ്ടം പോലെ. രാമച്ചപ്പുല്ല് തന്നെയാണോ? രാമച്ചപ്പുല്ലല്ല, ഇവിടെ ഇതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമ്മൾ പോതപ്പുല്ലെന്ന് പറയും. ഈ പശുവിനൊക്കെ കൊടുക്കുന്നതാണ്. പലവില്ല ഇവിടെ പണ്ടൊക്കെ തിരുവപ്പുല്ല് മാറ്റലുണ്ടായിരുന്നോ? ഇഷ്ടം പോലെ. എന്റെ വെല്ലപ്പനൊക്കെ അതിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ചേട്ടനൊക്കെ ആ പരിപാടിയായിരുന്നു നേരത്തെ. ചേട്ടനൊക്കെ ഇവിടെ നടന്നു വന്നാൽ ഇവിടെ വരും ഫയർ സ്റ്റേഷനിൽ. ഈ ട്രക്കിങ്ങിന് ആൾക്കാർ വരുന്നവരുണ്ട്, അവരങ്ങോട്ട് നമ്മൾ ഇവിടെ വരെ വരും. ഇവിടെ നിന്ന് ഞങ്ങൾ ജീപ്പിൽ പാക്ക് ചെയ്ത് പൊട്ടേ കാണുന്ന തൊടുകോട്ടവണൊക്കെ അതിങ്ങനെ അവിടെ വന്ന ഒരു നല്ലൊരു വ്യൂ ആണ് കാണിച്ചത്. ഇതിങ്ങനെ ഫുൾ വ്യൂ മണ്ടാൻ ചേർത്തിരുമ്പോൾ കാണാം. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, സീ ലെവലിൽ നിന്ന് ഈ 3200 ഹൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രദേശങ്ങൾ കാണാൻ പറ്റും. സ്ഥിരം ഈ വഴിക്ക് വന്നു പോകുന്നവരായതുകൊണ്ട് അതെ അതെ അതെ, നിങ്ങൾ മറന്നാലും വണ്ടിയുടെ ടയറിനറിയാൻ പോകേണ്ട വഴി. ഞങ്ങളുടെ നാട്ടിലെ സ്റ്റീപ്പുള്ള അവസ്ഥ പോലെ അവിടെ ഡാമും കടന്നിട്ട് അത് മലങ്കര ഡാമാ സാറേ. മരുന്ന് ഒഴിച്ച് കണ്ടത് നമ്മളെ മരുന്ന് വഴി ഫുൾ വ്യൂ കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങി അതിൻ്റെ ഒരു ഇറങ്ങി അത് ഇവിടെ മുനിയറ ഗുഹയും കണ്ടിട്ട് എനിക്ക് അറിയാൻ പറ്റും. ഇവിടെ തന്നെയാണ് ഗുഹ. ഒരു വെള്ളം വണ്ടി വരുന്നു. ഇത് മുട്ടം ജംഗ്ഷന് അവിടെ നിന്ന് ഈ താഴത്തെ വഴിക്കാൻ പോകുന്നത്. ശരിക്കും സാറ് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നായിരുന്നാല് ഈ നല്ല ടാറിങ്ങ കയറി വരാം. അവിടുന്ന് കറണ്ട് എടുത്തിട്ട് റിട്ടേൺ വരുന്ന വെള്ളവും പിന്നെ നമ്മുടെ ഇവിടെ നല്ല ഒഴുകി വരുന്നത് ഇതെല്ലാം ബ്ലോക്ക് ചെയ്തേക്കുന്ന മലങ്കര ഡാം. പിന്നെ അങ്ങേയറ്റം കാണുന്ന ടൗണ് തൊടുപുഴ ടൗണാണ്. അവിടെ നിന്ന് ഇച്ചിരൂടെ മാറി മൂവാറ്റുപുഴ എറണാകുളം. ഈ കിടക്കുന്ന ആലപ്പുഴ വരും. ഈ കിടക്കുന്നതെന്ന് പറയും ഇപ്പൊ കാണത്തില്ല, ഇതുപോലെ വെള്ളം കടലും കായലും കാണാം. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. അതാണ്. അതുപോലെ മൂന്നാർ അങ്ങനെ വരും കേട്ടോ സാറേ. ആനച്ചാല് മുതൽ ബിൽഡിംഗ് വെക്കാം. ശരി, ആനച്ചാല് ആ വഴിക്കാണല്ലോ നമ്മള് പോകുന്നത് തോന്നുന്നു അല്ലേ? അല്ല, ഇനി നമ്മൾ ആ റൂട്ടിൽ പോകുന്നില്ലല്ലോ. പോകുമ്പോ അല്ലേ ഞങ്ങള് തേക്കടയിൽ നിന്ന് റിട്ടേൺ ഞങ്ങൾ മൂന്നാറിലേക്കാണ്. അപ്പൊ ആ റൂട്ടിൽ വരികയല്ല സാറ് അതിലേ പോകുന്ന നെടുങ്കണ്ടം കൂടി മറ്റേ പൂപ്പാറ കൂടി അങ്ങനെ അങ്ങ് പോകും. കുമളി അത് തന്നെ. അവിടെ നിന്ന് ഈ കമ്പംമെട്ടുണ്ടല്ലോ, കമ്പംമെട്ടിൽ കൂടിയല്ലേ? കമ്പംമെട്ട് മെട്ടിലേക്ക് കയറി പോകേണ്ട ആവശ്യമില്ല. സാറിന് നേരെ ആമയാറ് കൂടി ഇതിലേ ഇറങ്ങാം. ആൾക്കാർ അവിടെ അടുത്ത് കയറിയേക്കും. ഇത് കണ്ടിട്ട് അങ്ങോട്ട് കമ്പാ പോരെ. ഈ വണ്ടിയൊക്കെ നമുക്ക് നടന്നു പോവാം. മുനീറ കേവ് പാണ്ട കുറെ 2 വണ്ടിക്ക് വന്ന ആൾക്കാർ അവിടുന്ന് കയറി പോരുന്നു. ഇതിപ്പോ വെക്കേഷൻ സമയമായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. ഞങ്ങള് തേക്കടി ബോട്ടിങ്ങിനൊക്കെ 1 മാസം മുന്നേ ബുക്ക് ചെയ്തു.
വെള്ളമില്ലെന്നും പറഞ്ഞ് ഇന്നലെ ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് മറ്റേ തമിഴ്നാട് വെള്ളം എടുത്തോണ്ട് പോകുന്നതുകൊണ്ട് ബോട്ടിങ്ങിന് വെള്ളം കുറവാണെന്നും പറഞ്ഞ് മാർച്ച് 14-ാം തീയതി ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. അതെ അല്ലേ? വെള്ളം കുറവാകുമ്പോൾ ഒരു ഗുണമുണ്ട്. ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് ഇപ്പോൾ ബുക്ക് ചെയ്ത്, കാരണം പല വഴികളിലും കാണാമെന്ന പ്രതീക്ഷയിലാണ്. കാരണം വൈകുന്നേരത്തെയും രാവിലത്തെയും ട്രിപ്പുകൾക്ക് നല്ല തിരക്കാണ്. ഒരു മാസം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് 9 സീറ്റ് ബുക്കിംഗ് ആയിരുന്നു. നീ ഒന്ന് തൽപ്പടിച്ചേ, ചുമ്മാ തൽപ്പടിച്ചേ. ഇപ്പൊ പറയാം ആൾക്കാർ ഇനിയും വന്നുകൊണ്ടായിരിക്കുള്ളൂ. പോയി തട്ടിന്ന് കണ്ടാ എനിക്ക് കണ്ടാ മതിയല്ലോ, അതല്ലേ പറഞ്ഞേ. നീ എന്നെ അതിന്റെ സൗണ്ട് വ്യത്യാസം കണ്ടില്ലേ വണ്ടിയുടെ? കേറുന്ന അഹമ്മദ് ഇവിടുന്ന വരുന്നേ? വീടെവിടെയാ പോണ്ടേ? ശരിയോ? അതെവിടെയാ? അവര് ഇന്നിങ്ങോട്ട് കേറിക്കോട്ടെ, ഇച്ചിരി ഓടിക്കുന്നു. അമ്മ ഇങ്ങോട്ട് ഇത് ശരിക്കും നല്ല ഈറ്റ ചോലയായിരുന്നു. ഇതിപ്പോ ഈ എന്നാ പറയുന്നത്, നമ്മുടെ ഈ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് പോയതുകൊണ്ട്. അല്ലെ ഇതിന്റെ അകത്ത് ശരിക്കും നല്ല വെയിലുള്ള സമയത്ത് പോലും ഒരു പ്രാവശ്യം അങ്ങനെ കിടന്നായിരുന്നു. ഈ ടൂറിസ്റ്റുകൾ ധാരാളമായപ്പോൾ ഈ വഴിയൊക്കെ ഇത്ര ഒന്നും തിരിച്ചു വന്നു. ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചില വന്നാൽ ഇറങ്ങുമെന്നുള്ളതല്ലാതെ നോക്കെന്നാലും വീഡിയോ നമ്മള് തന്നെ അല്ലെന്നുള്ള എവിടുന്നേട്ടാ വരുന്നേ? ആലുവ. ആലുവ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആലുവ ഒക്കെ കാണാമായിരുന്നു. കാലാവസ്ഥ മോശം ഇല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ അവിടെ. ഈ കല്ലിരിപ്പില്ലേ ഇത്, അവിടുന്ന് ഏതാണ്ട് കേട്ടോ സാറേ, അതിൻ്റെ എൻ്റെ നിന്ന് ഈ ഇത്രയും അടി വരെ നമ്മൾ വരും. ആ പയ്യൻ നിൽക്കുന്നിടത്ത് ഇത്രയും ദൂരം ഉള്ളിലേക്ക് കയറി വരാം. വെള്ളമുണ്ട് കേട്ടോ, അതിൻ്റെ അകത്തൊരു മുട്ടപ്പം വെള്ളമുണ്ട് ഇപ്പം നിലവിൽ. അത് ഇറങ്ങിയാൽ മതി കേട്ടോ അമ്മേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ നടക്കുന്നതുകൊണ്ട് സ്ലിപ്പാകരുത്. നമ്മുടെയൊക്കെ ഗവൺമെന്റ് ആയിട്ട് ഇതൊന്നും അയ്യോ അങ്ങനെ അങ്ങനെ കാശ് മേടിക്കും. അതിൽ കൂടിയാ സാറേ ഇറങ്ങണ്ടേ? ആ ഇറങ്ങുന്ന പോർഷനേ ഉള്ളൂ ചെറിയൊരു ഇത്. അത് കഴിഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് തന്നെ എന്താ പറയാ, ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. നിങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ഇവിടെ വരെ ഇറങ്ങിയ പോലെ ഇവിടം വരെ വന്നിട്ട് ഈ ഇറങ്ങുന്ന ഈ ഒരു പോർഷൻ ഇല്ലേ, കുഞ്ഞാ ഇറങ്ങാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ മേത്ത് ചെളി വരും. അയ്യോ ഞാൻ ഇറങ്ങുന്നില്ല. ഓ ഞാൻ പോകുന്നു. അനീഷ വേണ്ട, നമുക്ക് കണ്ടത് മതി. ഇവിടെ ഇറങ്ങി നോക്കിയോ? ഇങ്ങോട്ട് ഇറങ്ങണമെന്നില്ല കേട്ടോ സാറേ. ഇവിടെ ഇറങ്ങുന്നു, ഇവിടെ ഇറങ്ങി പോരെ. എനിക്ക് ഷൂട്ട് ചെയ്യണം. നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങുമെന്ന് അറിയിപ്പോലെ ഞാൻ കാണിച്ചു തരാമല്ലോ. ചെരുപ്പ് നനയെ കുഴപ്പമില്ലെങ്കിൽ ഇറങ്ങി കൊടുക്കണം. ഇവിടെ മൊത്തം വെള്ളമാണ്. ഇങ്ങനെ കിടക്കുവാ. ഇത് ശരിക്കും ഈ മണ്ണ് വീണ് നികന്നു പോയിട്ടാ. അല്ല നമ്മൾ ഒരാൾ നിന്ന് തലയിലായിരുന്നു. എന്ത് തേക്കാണത് ഇത്? അങ്ങോട്ട് മുട്ടുപോളി വെള്ളമുണ്ട്. നമ്മളൊരാൾ നിന്ന് തലയിലായിരുന്നു നേരത്തെ വെള്ളം വീണോണ്ടിരുന്നു. ഈ എന്താ പറയുക, ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് നികന്നു പോയത്. ഇതാണ് സ്ഥലം. വേറെ എന്താ? താങ്ക് യു അങ്കിളെ, സൂപ്പറായിട്ട്. വീഡിയോ ആണോ പിടിക്കുന്നത്? ഞാൻ അവിടെ എടുത്തു തരാം.
ഓക്കെ Thank you. കിട്ടിയിട്ടുണ്ട് ആയിരം അച്ഛ അങ്ങോട്ടൊരു പോകുന്നില്ലേ ഞാൻ അങ്ങോട്ടില്ല. ഇല്ലേ? അവിടെ ഫുള്ള് എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്തുനിന്ന് വെള്ളം ചാടി വരുന്ന ആ ഏരിയ വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ താങ്ക് യു. എങ്ങനെയുണ്ട് സാറേ? ഇതെല്ലാം എവിടെ നിന്നേക്കും വെള്ളം ചാടി വരുന്നത്? എന്താ പറയാ, ചെറിയൊരു പോളിയിൽ നമ്മൾ നേരത്തെ ഒരാളെ തലയിൽ എൽസി ഒന്ന് എടുത്തരും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നികന്നു പോയതുകൊണ്ടാണ് ഈ ചിത്രം ഇങ്ങനെ ആയിട്ടുള്ളത്. അവിടുന്ന് കുഞ്ഞു ഇറങ്ങാവുള്ളൂ കേട്ടോ സാറേ. നേരത്തെ ചെളി പറ്റരുത്. കുനിഞ്ഞു പറഞ്ഞണം. കൊച്ചിൻ്റെ അടുത്ത് വീഡിയോ കിടപ്പുണ്ട്, ഫുള്ള് കിടപ്പുണ്ട്. അതിന്റെ ഈ വെള്ളം അങ്ങോട്ടാ പോകുന്നത്. ഈ പടിയിൽ കൂടെ ഒഴുകി അങ്ങ് പോകും. തടക്കി എവിടെ പോയിട്ട് അത് മുകളിലേക്ക് കയറുന്ന വെള്ളം പുറത്തേക്ക് ഇറങ്ങുന്നത്? അത് തൊട്ട് താഴെ ഒന്ന് തള്ളിപ്പോവും. ശരി. വരുന്ന ഒരു മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലമല്ലേ, നല്ല വെള്ളമല്ലേ ഇതിന്റെ ഉള്ളിൽ വെള്ളമായതുകൊണ്ട്. ആ വെള്ളം കുടിച്ചതെന്ന് ഓർത്ത് ഒരു വിഷയമില്ല. ഇത് നമ്മുടെ സിരുവാണിയിലത്തെ സിരുവാണി മുനിയപ്പൻ അമ്പലത്തിന്റെ അടുത്തൊരു വെള്ളം വരുന്ന റോമില്ലേ, അതുപോലെ. കഴിച്ചിറങ്ങില്ല. അല്ല, കൈ കൊണ്ട് പിടിച്ച് കുടിക്കുന്നേ. എന്നാലും പൂഞ്ചെറിയ ഓർക്കുള്ളൂ ഇതൊക്കെ കാണുമ്പം. ഈ വെള്ളം കുടിച്ചോ? പിന്നെ നല്ല വെള്ളമല്ല സാറേ. തണുപ്പുണ്ടോ? ബാഗ് എടുത്ത് വെച്ചോ. ബാഗ് എടുത്ത് വന്നാൽ വെച്ചോ. കല്ല് 4 ഭാഗത്ത് വെച്ച് അതിൽ ഈ അടക്കി ബോഡി ഉള്ളിൽ അടക്കിയിട്ട് നേരെ കിളർത്തി. അടിപൊളി സ്ഥലം. ചെറിയൊരു ചാറ്റൽ മഴ എന്തായാലും ഉണ്ടാകും. വയർലെസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണത്. ആ കാറ് കിടക്കുന്നത് മുതൽ അവിടുന്ന് താഴേക്കാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന ഏരിയ. അപ്പൊ ഇത് പ്രൈവറ്റ് സ്ഥലമാണ്. കംപ്ലീറ്റ് ഇത് ഗവൺമെന്റ് സ്ഥലം തന്നെയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോകാനുള്ള വഴിയുണ്ട്. വഴിന്ന് ഒരു 72 കാലം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഈ ഏരിയ മുഴുവൻ പാർക്കിംഗ് ഏരിയ ആകും. ബാത്റൂം കാര്യങ്ങള് പാസ് വെച്ച് വിടുന്നത് അവിടെ മുതൽ പാസ് വെച്ച് ആൾക്കാരെ കയറ്റി വിടാനുള്ള പരിപാടി. അവിടെ നിന്നും കയറ്റി വെക്കുക. അതൊക്കെ വലിയ താമസമില്ല. എല്ലാ ആളെന്നെല്ലാം പെറുക്കി എല്ലാം ക്ലിയർ ചെയ്ത് പോയേക്കുവാണ്. അതുപോലെ ഇവിടുന്ന് റോപ്പ് വേ സംവിധാനം ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. വിദേശത്ത് പല സ്ഥലത്തുള്ളതുപോലെ പ്രൈവറ്റ് വണ്ടികള് അതിന് അവിടെ വരെയേ വരാവൂ. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഈ ലോക്കൽ നിങ്ങൾക്ക് ആൾക്കാരുണ്ടല്ലോ, സൈഡിൽ പോലെ എങ്ങനെയാണ് മറ്റു വണ്ടി പോകുന്നുണ്ടെങ്കിലും ആ ലോക്കൽ ആളുകളുടെ രജിസ്റ്റേർഡ് ജീപ്പുകൾ മാത്രമേ വിടുക. ഇവിടുന്ന് ഇങ്ങനെ നേരെ സൈറ്റ് ആലപ്പുഴയാട്ടോ സാറേ. കാലാവസ്ഥ ക്ലിയർ ആണെങ്കിൽ പക്ക വ്യൂ ആണ്. അപ്പൊ ഇവിടുത്തെ രജിസ്റ്റേർഡ് ഇവിടുത്തെ ജീപ്പുകൾക്ക് മാത്രമാണെങ്കിൽ അവർക്കൊരു വരുമാനമായി. അങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് അങ്ങനെ വരണം. നിങ്ങളുടെ സൈഡിൽ വരെ എങ്ങനെയാണ്? കടയും പരിപാടിയൊക്കെ നമ്മുടെ കേട്ടോ സാറേ. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പൂഞ്ചിറാന്ന് ലെവൽ കിടക്കുന്നത് നമ്മുടെ ഏർപ്പാടാണ്. ആ കാണുന്നത് നമ്മുടെ കോട്ടേജും പരിപാടിയൊക്കെ. അതുകൊണ്ടോ ശരിക്കും അതിന്റെ എൻ്റെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. മുകളിൽ പോകുന്നൊരു വ്യൂ ആണ്. പിന്നെ അപ്പം അതിൻ്റെ അകത്ത് വേറെ ഇതെന്നാന്ന് ചോദിച്ചാൽ മറ്റേ വയർ സ്റ്റേഷൻ ഏർപ്പാടും മിസ്സാവും. പിന്നെ ഇവിടുത്തെ അങ്ങോട്ട് നോക്കിയത് താഴ്വാടുന്നുണ്ട്. അങ്ങ് കുറെ ബിൽഡിംഗ് ഇരിക്കും. അത് മൂലമറ്റം പവർ സ്റ്റേഷന്. ആ ഒരു കുന്ന് നിൽക്കുന്ന അങ്ങോട്ടല്ല ഇടുക്കി ഡാമാണ്. ഇപ്പൊ സാറൊക്കെ അതിന്റെ എൻ്റെ കൂടെ പോകുമ്പോൾ ഇത് അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും ഫുൾ വ്യൂ ആയിട്ട്. ഈ കുന്നിന്റെ അടിവാരത്തൂടെ മലങ്കര ഡാമാണ്. നമ്മൾ താഴെ കണ്ടില്ലായിരുന്നു അപ്പുറത്ത് നമ്മുടെ പ്രൈവറ്റ് വഴിയാണ്. പരസ്യം ഇട്ടേക്കുന്നുണ്ടല്ലേ പൂഞ്ചിറ താമസ റിസോർട്ട്. സാറനങ്ങാതിരുന്ന് വെച്ചാൽ മതി. പതിയെ കയറി പോകും.
അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ അത് മതിൽ പിടിക്കണ്ട. കാറ് ഈ പതുക്കെയായിട്ടാണ് വരുന്നത്. വണ്ടി പതിയല്ലേ കയറി പോകുന്നത്. ആ എണ്ണ എടുത്തിട്ട് കേട്ടാ ഇല്ലെന്നേ, അതിന്റെ ഉള്ള കുഴപ്പമില്ലെന്നേ. ഇങ്ങനെ പതുക്കെ ഇത് അടിച്ചു പറിച്ച് ഓടിച്ചാലല്ല ഈ കുഴപ്പമുള്ളൂ. വണ്ടി മര്യാദയ്ക്ക് ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അനക്കമില്ലാണ്ട് കയറി മാരുതി കാറ് കയറി പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ കണ്ടമാനം വണ്ടികൾ കയറി ഇമാരെ അടിച്ച് താർത്തേ. അത് മഴയും കൂടി പെയ്തപ്പോ ഉള്ള മണ്ണുകളൊക്കെ അരച്ച് വരിക്കൊണ്ടുപോയി. അതാണ് കല്ല് കളിയാണ്ട. ഈ ചില പിള്ളേർക്കൊക്കെ ഉണ്ട്, അവന്മാര് ചുമ്മാ അടിച്ചിട്ടുണ്ടല്ലോ, തുമ്പി തുള്ളുന്ന പോലെ വണ്ടാ കയറ്റി. ഈ പുറകിലിരിക്കുന്നവരുടെ തലയൊക്കെ പോയി വണ്ടേ പോയി ഇടിച്ചിട്ട് വന്നാലും അവരാരും ഒന്നും മിണ്ടുക. ഞാനിവിടെ കണ്ടോണ്ടിരിക്കുന്നതാണ്. നമുക്കൊക്കെ അതിശയം വരും. അങ്ങനെ എങ്ങനെയാ മനുഷ്യനെ കൊണ്ടുപോയി. പുതിയ കാറിനെക്കാളും കൊള്ളം കേട്ടോ ഈ കാറ്. ഇതാണെന്ന് ഈ പറഞ്ഞ ഐഡിയക്ക് ചേർത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ല മുതലും എറണാകുളം വരെ അത്രോ ഏരിയ, 3 ജില്ല കവർ ചെയ്ത് കാണാൻ. ഇതുകൊണ്ടോ സാറേ പാലാട്ടോട് കണ്ടോ? അത് നേരെ കാണുന്നത് മോഡൽ മഞ്ഞിലാണ്. ഇങ്ങനെ നേരെ ഇതേ കാണുന്നത് ടൗണ്. ഈ നേരെ അവിടുന്ന് നേരെ സൈറ്റ് വരും കോട്ടയം ടൗൺ. ഇതുപോലെ നമുക്ക് ഡീസല് കാണാം. സാറൊക്കെ ഇവിടെ കയറിച്ചിട്ട് ഞാൻ ഇവിടെ വരെ ഉള്ളൂ. ഇവിടുന്ന് മുകളിലേക്ക് കയറിച്ചിട്ട് ആ വാമ്പസിന്റെ അവിടെ നിൽക്കുന്നത് ഈ ബാക്ക് സൈഡിലെ കുഞ്ഞിന്റെ അപ്പുറത്തോടെ കാണാം. ഇല്ലിക്കല്ലേ ആ ക്രോസ് ബാർ വണ്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് കയറാം അല്ലേ? ഇവിടെ വരെ ഉള്ളൂ. ഞാൻ കാട് സൈഡിൽ കയറി നോക്കിയാൽ മതി. അതുപോലെ കുളമാവ് ഡാം ക്രോസ് ചെയ്ത് വന്നേക്കുന്ന വെള്ളം അതേ കാണുന്നത് വടക്കനാർ ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഏരിയ അല്ല. അതായത് ഈ ഒരു ഫസ്റ്റ് കുന്ന് കണ്ടോ, അത് ക്രോസ് ചെയ്താണ് കുളമാവ് ഡാം. ആ ഡാമിന്റെ മണ്ടേക്കൂടെ നമ്മൾ കാറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നേരെ പോയിട്ട് ആ വെട്ടുകുന്നിന്റെ അപ്പുറത്തോട് നേരെ പോയിട്ട് ആ ഒരു വെട്ടുകുന്ന് ഇല്ലെങ്കിൽ എന്നാ ആയിക്കോട്ടെ, എയർപോർട്ട് പോലെ സമയം വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് ജീപ്പില്ലാഞ്ഞ നന്നായിട്ടാ. ഇങ്ങോട്ട് ജീപ്പിലായിരുന്നത് നന്നായി. അല്ലെങ്കിൽ അതെ, നല്ല കഴിവ് കാണാം. ഇനി പാറയിൽ കാണുന്നുണ്ടോ ഗൈസ്? മഴയുണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ ഞങ്ങൾ വലിയൊരു കുന്നിന്റെ പുറത്താ. ഏത് ജില്ല ഇത്? കോട്ടയം അല്ലേ? അതാ കോട്ടയം ജില്ലയിലാണ് ഞങ്ങളിപ്പോ. ഇവിടെ അതുപോലൊക്കെ ടവർ കിട്ടുള്ളൂ. അടിപൊളി. ഇനി എന്നെ കാണിക്കില്ല, കേറുന്ന കാണിക്കാം. ചിലപ്പോ റേഞ്ച് പോവും. നോക്കടോ വഴി, റോഡ് കണ്ട. അതെ, ഇപ്പൊ നമ്മൾ അതിലേക്ക് കയറി വന്നേ. അതീ കൂടെ പോയി റോഡിന്റെ അതിലേ പോയിട്ട് നമ്മളിപ്പോ ഇങ്ങനെ വന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇലവീഴ പൂഞ്ചിറ. നമ്മളിതാ അങ്ങോട്ട് പോയി അന്ന് കണ്ടു. ഒരു ഇങ്ങനെ ഇനി
നമ്മൾ അങ്ങനെ ആ കുന്നിലേക്ക് കയറണം. ഇളം തണുത്ത കാറ്റ്. കിട്ടുന്നുണ്ട്. സൂപ്പർ. നല്ല നോക്ക് ഇവിടെ. അത് മലങ്കര ഡാമിലെ റിസർവയർ. ഓ നൈസ്. അയ്യോ, ഞാൻ ഒരു പാറേൻ്റെ മേലെ നിൽക്കണം. നല്ല തണുത്ത കാറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇറങ്ങാം. അയ്യോ, ഞാൻ ഇങ്ങനെ തുടങ്ങും. ആ ഓക്കെ. പ്രദേശത്തെ ആൾക്കാർ കയറി താമസിക്കുന്നത് ക്രിസ്ത്യൻസാണ്. അത് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ. കൊള്ളാട്ടോ, സൂപ്പർ. എന്തായാലും 1000 രൂപയ്ക്ക് സെറ്റ്. അഫോർഡബിളാണ്. അത് ലേശം കൂടുതലല്ലേ, പക്ഷെ നമ്മൾ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയി കണ്ടു. പിന്നെ ഇലവിഴ പൂഞ്ചിര കണ്ടു. പിന്നെ അച്ഛാ, ഒരാൾക്കാണോ 1000? അല്ല, ആ ഒരു ജീപ്പ്. എൻട്രി റെസ്ട്രിക്റ്റഡ്. ഇവിടം വരെ നമുക്ക് പോവാം, എന്നിട്ട് എല്ലാവരെയും വീഡിയോ എടുക്കാം. ഇതിനെയും പഴയ കെട്ടിടം. എന്ത് കെട്ടിടത്? വയർലെസ് സ്റ്റേഷന്റെ പഴയ ബിൽഡിംഗ്. ഓ, ഇതിലായിരുന്നു സിനിമയിലെ കാണുന്നതാണ്. ആ, ഇവിടുന്ന് നമുക്കൊരു സെൽഫി എടുക്കാം. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷകരമാണ്. സെക്രട്ടറി, മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. കൊള്ളാം, സംഭവം. വെയിലുണ്ട്, ഇതാണ് പഴയ കെട്ടിടം. പക്ഷെ ചൂടില്ല അങ്ങനെ. ഓ, പാലക്കാടിന് അത്ര ഒരു ചൂടുമില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവിടെ നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ആ റോഡേ പോയിട്ടാണ് വരുന്നത്. ആ മണ്ണ് റോഡില്ലേ, അതിലേ പോയാണ് അമ്മത്തെ ഗുഹ. ആ മണ്ണിലൂടെ പോയിട്ട് എന്നിട്ട് അങ്ങനെ വന്ന് അതാണ് മലങ്കര ഡാം. അതിൻ്റെ അടുത്ത നമ്മൾ വന്നത്.
ഇപ്പം നമ്മൾ തിരിച്ച് ജീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ചൂലിൻ്റെ പുല്ല്. ഏ ഇതാണ് ചൂലിൻ്റെ പുല്ല്. ഇതോ? ഇത് ഓ ഈ സാധനം. ആ ആ റൗണ്ട് ബിൽഡിംഗ് കാണുന്നത് ബാത്റൂമാണ്. ഫെയർ യൂസിനും ബാത്റൂമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ലിക്കല്ല് കണ്ടായിരുന്നോ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഓ ആ വലിയൊരു കുന്ന് കണ്ടോ? ഈ കുന്നിന്റെ മണ്ടേക്കൂടെ ഒരു ചെറിയൊരു കുന്ന്. അതെ, ആ മുകളിൽ നിൽക്കുമ്പോ ഇല്ലിക്കൽ ഫുൾ വ്യൂ ആയിട്ട് കിട്ടും. ഇനിയിപ്പോ സാറൊക്കെ പോകുമ്പോ ആ നടുക്ക് കാണുന്ന വലിയ കുന്ന് കണ്ടോ? അതിന്റെ തൊട്ട് മുകളിൽ കൂടെ, അതായത് ഈ ചെറിയൊരു കുഞ്ഞു തല കാണുന്നുണ്ടല്ലോ, അത് ഇല്ലിക്കല്ലിന്റെ തൊട്ടിപ്പുറത്ത് ഡീപ്പായിട്ടൊരു കുന്ന്. നിങ്ങൾക്ക് അത് ഇങ്ങനെ ഈ കുന്ന് നിൽക്കുന്ന പോലെ അടുത്ത് കാണാം. അതായത് ആ വലിയ കുന്നില്ലേ, ആ കുന്നിന്റെ എന്റെ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. സൈഡ് വഴി നേരെ റൈറ്റ് സൈഡിൽ കാണാം. നല്ല വ്യൂ ആണ്. ഇപ്പൊ ഈ താഴെ കാണുന്ന വഴിയേ പോകും നിങ്ങൾ. ഇത് ഒരു വഴി പോലെ ഉണ്ടോ? ഈ കുന്നിങ്ങനെ മാർക്ക് ആ ബിൽഡിംഗ് ഇരിക്കുന്നതിന്റെ തൊട്ട് പോകണ്ടേ ആ വഴി നോക്കുമ്പോ ഇതുപോലത്തെ കല്ലുഭാഗ്യം പോലെ കാണുന്നത്. ഇനി അതെ ആ ഒരാള് നിൽക്കുന്നുണ്ട്. ഇത് അതെ, ഓടി അതിന്റെ എൻഡയിലേക്ക് കയറുക. അതൊരു എക്കോ പോയിന്റ് ആണ്. മോൻ ഇറങ്ങി വരുന്നുണ്ട്, 2 പിള്ളേരുണ്ട് കളിക്കാൻ. അതൊരു എക്കോ പോയിന്റ് ആണ്. അതിന്റെ എൻഡയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എക്കോ പോയിന്റ് ആണ്. അതൊരു വള്ളം പോലെ ഇരിക്കുന്ന ഒരു കല്ലിരിപ്പുണ്ട്. അതോടെ ഇവിടം വരെ വന്നതല്ലേ, അതുകൊണ്ട് കണ്ടിട്ട് വണ്ടി ആ റോഡിൽ ഞാനിടാം. അതൊന്നും ആൾക്കാരെ കയറി കാണിക്കുന്നൊന്നും അല്ല. ഇവിടെ നിങ്ങൾ വന്നപ്പോ ചുമ്മാ കണ്ടിട്ട് പോകാൻ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗങ്ങളാണ്. കള്ളൻ ചായ കൊടുങ്ങാപ്പി എല്ലാം വേണേലും ഇവിടെ ഉണ്ട്. കുടിച്ചിട്ട് പോയാലോ? അല്ല പിന്നെ സോഡ നാരങ്ങയോ ഐസ്ക്രീമോ എന്നാ വേണ്ട പോവാം. അതോ താഴെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കുന്നത്? കട്ടങ്ങ പിടിച്ചിട്ട് പോവാം. കേട്ടാ നമുക്ക് എല്ലാവർക്കും കട്ടങ്ങ പിടിക്കാം. എനിക്ക് നാരങ്ങ സോഡ, പുഷ്പായിക്കൊരു സർബത്ത്, സർബത്തിന് മധുരം. ഐസ്ക്രീമാ? ചോദിച്ച സ്ഥിതിക്ക് കഴിക്കാലോ. ഇത് നമ്മളുടെ അജണ്ടയിൽ ഇല്ലായിരുന്ന സ്ഥലമായിരുന്നു. നമുക്ക് ജീപ്പ് ഓടിച്ച മാമനല്ലേ, ആ അങ്കിളിന്റെ കടയാണിത്. ആ അങ്കിൾക്കൊരു റിസോർട്ടുണ്ട്. ആ അങ്കിളിന്റെ അനിയന്റെ വീട്ടിലല്ലേ മറ്റേ സൗബിൻ, സൗബിന്റെ സിനിമയാണത്. അവരൊക്കെ താമസിച്ചതും ഷൂട്ടിംഗ് സമയത്തൊക്കെ. ഇതൊരു അടിപൊളി സംഭവം. നമ്മൾ എക്കോ പോയിന്റിലേക്ക് മലൈക്കള്ളൻ ഗുഹയിൽ അങ്ങനെ പോവാണ്. അത് ഞങ്ങൾ കുറെ വർഷം മുമ്പ് ഞങ്ങൾ കുറെ ഫ്രണ്ട്സൊക്കെ ഫാമിലി അവിടേക്ക് വന്നതാ. അങ്ങനെ മുതലാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മള് പിന്നെയും പറഞ്ഞു ഇലവിഴ പൂഞ്ചിറ നമ്മള് അങ്ങോട്ട് പോയി കണ്ടു. മറ്റേ പിന്നെ എനിക്ക് സിനിമയിലെ വയർലെസ് എന്താ ടവറോ, വെറുതെ പോലീസ് വയർലെസ് സ്റ്റേഷൻ, പോലീസ് സ്ലീവാച്ചന്റെ ആ സിനിമയില്ലേ, സ്ലീവാച്ചൻ, ആ സ്ലീവാച്ചനെ പോലെ ഇത് ഇടുക്കി കോട്ടയം ജില്ലകൾ. ഇലവിഴ പൂഞ്ചിറത്തെ സ്ലീവാച്ചൻ. പേരെന്തായിരുന്നു? അനീഷ്. പൂഞ്ചിറ സ്ലീവാച്ചൻ. ജീപ്പിന്റെ ആ വർത്താന സ്ലാങ്ങൊക്കെ അപ്പൊ സൂപ്പർ ആക്കി. കൊള്ളാം. ഇങ്ങനെ തന്നെ വിളിച്ചു. വണ്ടി കയറിയില്ലെങ്കിൽ ഇതുപോലെ വായസമാച്ചെങ്കിൽ നല്ല മനുഷ്യനാണ്. നമ്മളെ കൊണ്ട് ഓരോന്ന് കാണിച്ചൊക്കെ കയറി കൊണ്ടുപോയിട്ട് ചില ഡ്രൈവർമാർ അങ്ങനെ കാണിക്കില്ല. അതെന്ത് പറഞ്ഞു കേട്ടോ? അതാണ് ശരി. എങ്ങനെ 1000 പോരായിരുന്നു. അതെ, എവിടെ? അയ്യോ പറന്നുപോയി. പോയി ഇതിൽ കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിരുന്നു. വണ്ടിയിൽ പേപ്പർ ബാക്കില് പേപ്പറിൽ പൊതിഞ്ഞെടുത്തു. സാറിന്റെ ബാഗ് ഇരിക്കുന്നു. ഞാൻ പോയിട്ട് വിളിക്കാവേ. അട്ടപ്പാടി നന്നാണെന്ന് പറയും. ആയിക്കോട്ടെ, ശരി ശരി.
താങ്ക് യു. വളരെ സന്തോഷം. ആയിരം നിങ്ങൾക്ക് മുതലാകുമോ ഈ ശരി, ഓക്കെ, വളരെ സന്തോഷം. ആയിക്കോട്ടെ. ഒരു കമന്റ് കൂടി പൂഞ്ചിറ ശ്രീവാച്ച് കേട്ടോ പേരിട്ട് ഞങ്ങൾ പൂഞ്ചിറ ശ്രീവാച്ചെന്ന്. നല്ലൊരു മനുഷ്യൻ. അച്ഛാ ഇനി നമ്മൾ ഇനി നമ്മൾ പോകുന്നത് വാഗമണിലേക്ക്.